ഹായ് ഡിയേഴ്സ്, എന്താ പരിപാടി? ഞാൻ രാവിലെ തന്നെ എൻ്റെ കൊഴിഞ്ഞു പോയ ഗാർഡൻ ഒന്ന് സെറ്റപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആലോചനയിലാണ് കേട്ടോ. അമ്മ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനം പൊട്ടിച്ചു നോക്കാനുള്ള ക്രേസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതൊരു കപ്പാണ് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. സാധാരണ പ്ലാൻ ചെയ്യുന്നതൊന്നും എൻ്റെ കാര്യത്തിൽ നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊന്നും ഒറ്റയ്ക്കല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാതാശ്രീ ഉണ്ടായിരുന്നു. ഈ നടുന്ന കട്ടിങ്സ് എല്ലാം വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ. മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തതാണ്. കൊളക്കേഷ്യ വെറൈറ്റിയിലുള്ള ഒരു 2 പ്ലാന്റ്, പിന്നെ നമ്മുടെ ഫ്ലെയിം വയലറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു 4 വെറൈറ്റി, പിന്നെ വാട്ടർമെലൺ പെപ്രോമിയ. ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാനിത് നടുന്നത്. പക്ഷേ ഒത്തിരി പ്ലാന്റ്സ് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ പ്ലാന്റിൻ്റെ പേര് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഈ കാണുന്ന അത്ര സ്പീഡിലൊന്നും അല്ലായിരുന്നു ഞാൻ ഈ ചെടി നട്ടത്. പിന്നെ ഇഷ്ടമുള്ള പരിപാടി ചെയ്യണോണ്ട് മടുപ്പില്ലായിരുന്നു. ഇനി കുറച്ച് ദിവസം വെയിലൊന്നും കൊള്ളാതെ ഇവന്മാർ ഇവിടെ ഇരുന്നോട്ടെ. ഇനിയാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു ഓർക്കിഡിനെ പ്ലാന്റ് ചെയ്യാനുള്ളത്. ഇത് ഡൗ ഓർക്കിഡാണ് കേട്ടോ. അടുത്ത് പോകുമ്പോഴേ നല്ല മണമാണ്. ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡ് വെറൈറ്റി ആയതുകൊണ്ട് മണ്ണിൽ നട്ടാൽ പ്രശ്നമില്ല. എന്നാലും കരിക്കട്ടയൊക്കെയാണ് ഇതിന് നല്ലത്. ഞാൻ എന്തായാലും ഇതിൻ്റെ വേരൊന്ന് പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മണ്ണിൽ തന്നെ ഫസ്റ്റ് നട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഓർക്കിഡ്സിൻ്റെ കൂടെയുള്ളൊരു വല്ലാത്തൊരു ഇഷ്ടമെന്നൊക്കെ പറയാറില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പപ്പയ്ക്കാണ്. എനിക്ക് ഓർക്കിഡ്സ് ഓക്കെ ആ ഒരു ടൈപ്പ് ഒരു ഇഷ്ടമേ ഉള്ളൂ. പപ്പയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി മേടിച്ചതാണ്. ഇച്ചിരി റേറ്റ് ആണെങ്കിലും പക്ഷേ വേർത്താണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ഒരുപാട് ചെടികൾ ഒറ്റയടിക്ക് നടുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എന്നാൽ ഇനിയും കുറച്ച് ചെടികൾ നടാനുണ്ട്. അതെന്തായാലും നാളെ.